നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്കെല്ലാവരെയും ജഡ്ജ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ? ഞാനും നിങ്ങളും എല്ലാവരും എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ ചുമ്മാ ആളുകളെങ്ങനെ ജഡ്ജ് ചെയ്യും. ഡ്രസ്സിൻ്റെ പേരിൽ, സംസാരത്തിൻ്റെ പേരിൽ, പെരുമാറ്റത്തിൻ്റെ പേരിൽ, അവരുടെ ജീവിത രീതികളെ പറ്റി ഭൂരിഭാഗം പേരും അത് ജഡ്ജ് ചെയ്ത് മനസ്സിൽ വയ്ക്കും. അവരുടെ കൺസെപ്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ ജഡ്ജ് ചെയ്ത് ഒരു മാറ്റി വയ്ക്കും. ജഡ്ജ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു കേരളീയരുടെ പ്രത്യേകിച്ചും ലൈഫിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. പക്ഷെ വേറെ ചിലരുണ്ട്, അത് ജഡ്ജ് ചെയ്യും മാത്രമല്ല ചുമ്മാ അതൊന്ന് പറയും ചെയ്യും. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കുകയോ ചെയ്തോ, പക്ഷെ മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ല. അയാൾ ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അയാൾ പുറത്ത് ചിരിക്കുമ്പോൾ കരയാണോ, അയാൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആർത്തുല്ലസിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ അത്രമാത്രം വിഷമങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണോ, ഒന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്തു, പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല എങ്കിൽ, നിങ്ങൾ അയാളുടെ കൂടെ ജീവിക്കുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്സ് അവരോട് പറഞ്ഞ് അവരെ വെറുപ്പിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക. അത്രയെങ്കിലും സഹായം നമ്മുടെ സഹജീവികളോട് നമ്മൾ കാട്ടാം. നമ്മൾ ജീവികളല്ലേ, ഈ ലോകത്ത് മറ്റ് ജീവികളെ പോലെ തന്നെ ജീവിക്കുന്ന, പക്ഷേ അഹങ്കാരവും അന്തസ്സും മറ്റു ജീവികളുടെ മേൽക്കോയ്മയുമുള്ള വെറും മനുഷ്യൻ പക്ഷെ വെറുമൊരു ജീവിയാണ് അല്ലേ? ആ ജീവികൾ കൂടെ ജീവിക്കുന്ന ജീവികളോട് അന്തസ്സായിട്ട് പെരുമാറാം. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ അപ്പനോ അമ്മയോ ഭാര്യയോ കുട്ടികളോ അല്ലാത്തിടത്തോളം കാലം മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായ ജഡ്ജ്മെൻറ്റുകൾ നടത്താതിരിക്കുക. ഇനി ജഡ്ജ്മെൻറ്റുകൾ കിട്ടുന്നവരെന്ത് ചെയ്യണം? ഈ ജഡ്ജ്മെൻറ്റ് പറയുന്ന ആൾ എൻ്റെ അപ്പനോ അമ്മയോ സഹോദരിയോ സഹോദരനോ ഭാര്യയോ ഭർത്താവോ കൂട്ടുകാരനോ മക്കളോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക. അതാണ് നല്ല ഒരു സന്തോഷമുള്ള